ഗൈസ് നമ്മുടെ മറ്റൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ രാവിലെ പൂരിയാണ്. അപ്പൊ പൂരി ബാക്കിയപ്പോ എന്നത് വൈകുന്നേരം നമ്മൾ ചിക്കൻ റോൾ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ പോകട്ടെ. അപ്പൊ നമ്മൾ വീഡിയോക്ക് ആദ്യമായി പോകുമ്പോൾ നേരെ വീഡിയോ പോവാ. അപ്പൊ നമ്മൾ 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 ഇല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്. ഇത് നമുക്ക് എന്ത് ചെയ്യണം? തൊലിക്കണം. തൊലിച്ചിട്ട് ചിക്കൻ ഇവിടെ രണ്ടടേ. അപ്പൊ ഇതാണ് ചിക്കൻ ഇട്ടാ, ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോള്. അപ്പൊ നമ്മൾ ഉള്ളി വെട്ടിക്കൊണ്ടിരിക്കട്ടാ. അപ്പൊ നമ്മളെ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ടാ, ഇതുപോലെ സ്ലൈസായി കട്ട് ചെയ്യാം അല്ലേ കാണില്ലേ? ഇനി നമുക്ക് എന്താണ് അടുത്തത്? ഒരു ചെറിയ തക്കാളി. ഓക്കെ, ചട്ടി അടുപ്പത്ത് വെച്ച് അടുത്ത് കുറച്ച് ഓയിൽ ഒഴിക്കാൻ പോണേ. ഓയിൽ ഒഴിച്ച് അതിൻ്റെ ഉള്ളിൽ 3 കുക്കർ ഒടിക്കുന്നത്. വിസിൽ പോണില്ല, അത് ഏറുണ്ടാവൂട്ടാ. നോക്ക്, അപ്പൊ നമ്മളെ ചട്ടി കൂടെ പറഞ്ഞേ. ഉള്ളിയിടല്ലേ ചാൻ്റെ ഉള്ളിലേക്ക്. നമ്മളെ ഉള്ളിടാൻ പോണേ. ഇപ്പൊ ആവശ്യം ഇട്ടാൻ വേണ്ടാ. ഇപ്പൊ കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല. പിന്നെ ഒരു ബ്രൗൺ കളർ ആവോളം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. അതിനല്ല നമുക്ക് എന്ത് ചെയ്യണം? വാടിന് ശേഷം മസാല കൂട്ടുകൾ കിടക്കാം. അപ്പൊ നമ്മൾ ആവശ്യത്തിന് മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി. മല്ലിപ്പൊടി 1 ടീസ്പൂൺ വേണ്ടാ. പിന്നെ ചിക്കൻ മസാല ചെയ്യാത്ത സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണേ? ലേശം മുളകും പൊടി ഉണ്ട്, ഒരു 1/4 ടീസ്പൂൺ. ഇനി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് മൂക്കട്ടെ. ഇതൊന്നും കൂടി ഡ്രൈ ആവാനുണ്ട്. കുറച്ച് കുരുമുളക് പൊടി ഇട്ടാ, പിന്നെ ഗരം മസാല. ഗരം മസാല ആവശ്യത്തിന്, ചിലർക്ക് സ്മെല്ല് പറ്റൂല. ഓക്കെ, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാല് നമ്മളെ ചിക്കൻ പൊടിച്ചാണ്ടിരിക്കണം. അതുവരെ അതൊന്നും കൂടി ചെറുതായി ഡ്രൈ ആകട്ടെ. ഉള്ളി നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്, ഇതുപോലെ ബ്രൗൺ കളറിൽ. ഇതാണ് നമ്മുടെ ചിക്കൻ, ഇതാണ് അതിൽ ഇടാൻ പോണത്. ഈ ചിക്കൻ നമ്മൾ ഇതിക്കായി ഉണ്ടാക്കിയല്ല കേട്ടാ. ഇതിനെ കുറച്ച് കറി വെച്ചപ്പോൾ ബാക്കിയായി. അപ്പൊ ഇത് ബാക്കിയതുകൊണ്ടൊരു ബലഹാരം ഉണ്ടാവും. കായ് പിടിച്ച കുറച്ച് വേണ്ട. അപ്പൊ നമ്മുടെ മസാലക്കൂട്ടിൻ്റെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടി ചെയ്യാനായി ചപ്പ് ഇടാണ്ട്. ഇതാണ് ചപ്പ്. നമ്മളത് മിക്സ് ആക്കിയിട്ട് ഇറക്കി വെക്കാം. ബാക്കി നമുക്ക് ഇതിന് ബ്രെഡ് പൊടിക്കണം, മുട്ട അടിക്കണം. അപ്പൊ നമ്മൾ ബ്രെഡ് പൊടിച്ചിട്ടുണ്ട്, ഇത് മുട്ട അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നുണ്ട് പൂരിയില്. മൈദ മൈദ കുറേശ്ശെ മതി. റൂളാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അടുത്തത് മുട്ടിയിൽ മുക്കുക, ബ്രെഡിലാക്കുക, ചട്ടിയിലിടുക. കൂട്ട് കുറച്ച് ബാക്കിയായിട്ടാ. അപ്പം നമ്മൾ ഒരു ബ്രെഡ് കറക്കുന്നുണ്ട്.
അതാ പറഞ്ഞത് ഉമ്മ ഒന്നും വേസ്റ്റ് ആക്കൂല. ഞാൻ പറഞ്ഞില്ലേ ഭൂരി ബാക്കിയായപ്പോൾ ചിക്കൻ റോൾ ഉണ്ടാക്കണേ, അതിൻ്റെ കൂട്ട് ബാക്കിയായപ്പോൾ എന്ത് ചെയ്ത് ബ്രെഡ് നടക്കണേ. എന്താ സാധനം. ഇനി എന്താ അടുത്ത ഉമ്മ പരിപാടി? ഇത് കൂട്ടുക ചട്ടി ചൂടായല്ല ഈ വിസിലടിക്കണത്. ഈ കുക്കറിൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? നമുക്ക് എല്ലും പൊളിയുണ്ട്. അതായത് നമ്മളെ പെങ്ങൾ വരുന്നുണ്ട് കുറ്റിപ്പുറത്തെ. ഓള് വരുമ്പോൾ നമുക്ക് ചെറുതായിട്ട് പാർട്ടിയൊക്കെ വേണ്ടേ, അവിടെ നമ്മൾ കിട്ടാ തുടങ്ങല്ലേ അവര് ചട്ടി കൂടെയല്ല നിൽക്കണ്ടേ. ആ ഒട്ടിച്ച അടിയേക്കാം, എൻ്റെ പോലെ ഒറ്റ അടിയാക്കും. ഒന്നുകൂടി പോലെ മുട്ടയില് ബ്രെഡില് ചട്ടിയില് എങ്ങനെയുണ്ട്? മറ്റേ മറിക്കണ്ടേ മൂത്തല്ല എടുത്തു കൊടുക്കാം. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഭൂരി കൊണ്ടുള്ള ചിക്കൻ റോള്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഞങ്ങളത് കഴിച്ചാക്കണ്ട. അപ്പൊ എങ്ങനെയുണ്ട് സാധനത്തെ നമ്മളെ ചിക്കൻ റോള്? ആ എങ്ങനെയുണ്ട്? സൂപ്പറാ. ആ അപ്പൊ നമ്മളെ ചിക്കൻ റോളിന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് കഴിച്ചു നോക്കണം എങ്ങനെയുണ്ട് ഇതാ. അപ്പൊ നമുക്ക് ഒന്ന് കഴിച്ചു നോക്കല്ലേ. സൂപ്പറായിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്, എരിവും പുളിയൊക്കെ ഓക്കെ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ. അടുത്തതുപോലത്തെ അങ്ങനെ വീഡിയോ നമുക്ക് വീണ്ടും കാണാം.